Chapter 6. Rate of change of quantities. Let y equal to f of x, then dy by dx or f dash of x. നമുക്കറിയാം dy by dx എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x ആണ്. Then dy by dx represents the rate of change of y. ഈ dy by dx ന്റെ മീനിങ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് y, y-ൽ ഉണ്ടാകുന്ന മാറ്റം വിത്ത് റെസ്പെക്ട് ടു എക്സ്, എക്സിനനുസരിച്ച് y-ൽ ഉണ്ടാകുന്ന മാറ്റം, അതാണ് dy by dx എന്ന് പറയുന്നത്. ഇനി the rate of change of y with respect to x at a point x0 is denoted by f dash of x0 or dy by dx at x equal to x naught. If dy by dx is positive, then we can say that y increases as x increases. x കൂടുന്നതിനനുസരിച്ച് y-യും കൂടുകയാണെങ്കിൽ dy by dx പോസിറ്റീവ് ആണ്. ഇനി dy by dx നെഗറ്റീവ് ആവുന്നത് if y decreases as x increases. x കൂടുന്നതിനനുസരിച്ച് y കുറയുകയാണെങ്കിൽ dy by dx നെഗറ്റീവ് ആയിരിക്കും. First question, find the rate of change of area of a circle per second with respect to its radius r when r equal to 5 cm. അതായത് നമുക്ക് കാണേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആർ. അപ്പോൾ ഏരിയ എ ആയിട്ട് എടുത്താൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ആർ എന്നുള്ളത് എങ്ങനെ എഴുതാം? ഡി എ ബൈ ഡി ആർ അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് ഡി വൈ ബൈ ഡി എക്സ്. അതുപോലെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്നുള്ളത് എ വിത്ത് റെസ്പെക്ട് ടു ആർ എന്നുള്ളത് എങ്ങനെ എഴുതാം? ഡി എ ബൈ ഡി ആർ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ സർക്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഡി എ ബൈ ഡി ആർ എന്ന് പറയുന്നത് എന്ത് വരും? ഡി ബൈ ഡി ആർ ഓഫ് പൈ ആർ സ്ക്വയർ. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്, പൈ ഔട്ട് സൈഡ് എടുത്താൽ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ തന്നെയാണ്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ 2x എന്ന് എഴുതുന്ന പോലെ ആർ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആർ എന്ന് എഴുതിയാൽ മതി, 2r എന്ന് എഴുതിയാൽ മതി. ഇതും ആർ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ പൈ ഇൻറ്റു 2r എന്നുള്ളത് 2πr. ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് റേഡിയസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏത് പോയിന്റിലാണ് കാണേണ്ടത്? റേഡിയസ് ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ആകുമ്പോൾ. വെൻ ആർ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ ഡി എ ബൈ ഡി ആർ എന്ത് വരും? 2π ഇൻറ്റു 5 ഈക്വൽ ടു 10π. ഇനി റേഡിയസ് സെൻറ്റിമീറ്ററിലാണ്, അപ്പോൾ ഏരിയ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വോളിയം ഓഫ് എ ക്യൂബ് ഈസ് ഇൻക്രീസിംഗ് അറ്റ് എ റേറ്റ് ഓഫ് 9 cubic centimeters per second. How fast is the surface area increasing when the length of an edge is 10 centimeters? അപ്പോൾ എഡ്ജ് നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം. നമുക്ക് തന്നിട്ടുള്ളത് വോളിയം ക്യൂബിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ്. അപ്പോൾ എഡ്ജ് എക്സ് ആണെങ്കിൽ എന്താണ് ക്യൂബിൻ്റെ വോളിയം? വി എന്ന് പറയുന്നത് എക്സ് ക്യൂബാണ്. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എല്ലാ ഫേസിൻ്റെയും ടോട്ടൽ ഏരിയയാണ്. അപ്പോൾ അത് ഓരോ ഫേസും സ്ക്വയേഴ്സ് ആണ്. അപ്പോൾ ഒരു സൈഡ് എക്സ് ആണെങ്കിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്തായിരിക്കും? എക്സ് സ്ക്വയർ. അങ്ങനെ എത്ര ഫേസ് ഉണ്ട് ക്യൂബിന്? 6 ഫേസസ് ആണുള്ളത്. അപ്പോൾ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് വരും? 6x സ്ക്വയർ. വോളിയം ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇനി നമുക്ക് തന്നിട്ടുള്ളത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വോളിയം വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അപ്പോൾ ഡി വി ബൈ ഡി ടി ആണ് തന്നിട്ടുള്ളത്. അത് 9 ആണ്. 9 cubic centimeters എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ഇനി എന്താണ് ഡി വി ബൈ ഡി ടി എന്ന് നോക്കാം നമുക്ക്. ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ആണ്. ഇനി എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 3x സ്ക്വയർ. വിത്ത് റെസ്പെക്ട് ടു ടി ആവുമ്പോൾ എന്ത് എഴുതണം? 3x സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് അല്ലേ. എക്സ് ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ് ആണ് 3t സ്ക്വയർ. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ് എന്ന് എഴുതണം. ഇതിൽ ടി ആണ് വേണ്ടത്. ടി ക്യൂബിന് പകരം എക്സ് ക്യൂബ് വന്നു, അതായത് ടിക്ക് പകരം എക്സ് വന്നു. അപ്പോൾ ടിക്ക് പകരം വന്നതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 3x square into derivative of x.
ഈക്വൽ ടു 9. അതിൽ നിന്ന് dx/dt എന്ത് വരും? 9/3x². ഇത് നമുക്ക് വോളിയത്തിൻ്റെ റേറ്റിൽ നിന്ന് കിട്ടുന്നതാണ്. dx/dt എന്ന് പറയുന്നത് 9/3x² ആണ്. നമുക്ക് കാണേണ്ടത് ഹൗ ഫാസ്റ്റ് ഈസ് ദ സർഫസ് ഏരിയ ഇൻക്രീസിങ്, അതായത് ds/dt ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ എന്താണ് ds/dt എന്ന് നോക്കാം. ds/dt എസിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് 6x² ആണ്. 6 കോൺസ്റ്റന്റ് ഔട്ട് സൈഡ് എടുത്തു. x² ഡെറിവേറ്റീവ്, x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നുവെങ്കിൽ 2x, ഇത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പം എന്ത് എഴുതണം? 2x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ്, 2x ഇൻറ്റു dx/dt ഈക്വൽ ടു 6 ഇൻറ്റു 2x എന്നുള്ളത് 12x, ഇത് ഇൻറ്റു എന്നല്ല എക്സ് എന്നാണ് കേട്ടോ. 12x ഇൻറ്റു dx/dt എന്താണെന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക്? 9/3x². അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരെക്സും ഈ x² ഒരെക്സും ക്യാൻസൽ ചെയ്യാം. അതേപോലെ 9ഉം 3ഉം ആയിട്ട് ക്യാൻസൽ ചെയ്യാം. ബാക്കി 36, മുകളിൽ 36 വരും, താഴെ ഒരു x, 36/x. വെൻ x ഈക്വൽ ടു 10 ds/dt എന്ത് വരും? അപ്പോൾ 36/10 ഈക്വൽ ടു 3.6 cm²/s. ഇത് സർഫസ് ഏരിയ എന്നുള്ളതാണ് കൊണ്ടാണ് cm² എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. എ സ്റ്റോൺ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു എ ക്വയറ്റ് ലേക്ക് ആൻഡ് വേവ്സ് മൂവ് ഇൻ സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/s. At the instant when the radius of the circular wave is 10 cm, how fast is the enclosed area increasing? അതായത് നമ്മൾ ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യുന്നു ഒരു ക്വയറ്റ് ലേക്കിലേക്ക്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വേവ്സ് എന്ന് പറഞ്ഞാൽ സർക്കുലർ ഷേപ്പിലായിരിക്കും. അപ്പോൾ ആ സർക്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡാണ് ഫസ്റ്റ് പാർട്ടിൽ തന്നിട്ടുള്ളത്. സർക്കിൾസ് അറ്റ് എ സ്പീഡ് ഓഫ് 4 cm/s. അപ്പോൾ സർക്കിളിൻ്റെ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡ്, അതായത് റേഡിയസ് 6 ആണെങ്കിൽ dr/dt ആണ് നമുക്ക് തന്നിട്ടുള്ളത് 4 cm ആണ്. dr/dt എന്ന് പറയുന്നത് 4 cm/s ആണ്. എ എന്ന് പറയുന്നത് നമുക്ക് ഏരിയ ആയിട്ട് എടുത്താൽ a ഈക്വൽ ടു πr², 6 ആണ് റേഡിയസ്. നമുക്ക് കാണേണ്ടത് ഹൗ ഫാസ്റ്റ് ഈസ് ദ എൻക്ലോസ്ഡ് ഏരിയ ഇൻക്രീസിങ്, ഏരിയ ഇൻക്രീസ് ചെയ്യുന്ന സ്പീഡാണ്. അപ്പോൾ dA/dt ആണ് നമുക്ക് കാണേണ്ടത്. dA/dt എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് πr². പൈ കോൺസ്റ്റന്റ് ആണ് ഔട്ട് സൈഡ് എടുത്താൽ r²ന്റെ ഡെറിവേറ്റീവ്. r²ന്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണെങ്കിൽ മുകളിൽ വേണ്ടത് t² ആണ്. അതിന് പകരം എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. താഴെ dt എന്നുള്ളതിന് പകരം dx ആണെങ്കിൽ മുകളിൽ x² വേണം, dt ആണെങ്കിൽ മുകളിൽ t² ആണ് വേണ്ടത്. ഇത് r² ആണ്. r²ന്റെ ഡെറിവേറ്റീവ് അപ്പോൾ അങ്ങനെ എഴുതുക 2r ഇൻറ്റു ടിക്ക് പകരം വന്നത് 6 ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് dr/dt. അപ്പോൾ 2r ഇൻറ്റു പൈ എന്നുള്ളത് 2πr ഇൻറ്റു dr/dt. ഇനി dr/dt എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ 2πr ഇൻറ്റു 4 8πr. When r equal to 10 cm, dA/dt equal to 8π into 10 equal to 80 pi cm²/s. അടുത്ത ക്വസ്റ്റ്യൻ. The length of a rectangle is decreasing at the rate of 3 cm/minute and the width y is increasing at the rate of 2 cm/minute. When x equal to 10 cm and y equal to 6 cm, find the rate of change of perimeter and the area of the rectangle. ഒരു റെക്റ്റാങ്കിൾ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് x ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് y ആണ്. പിന്നെ തരുന്നത് ഈ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു. ഏത് സ്പീഡിലാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഏത് റേറ്റിലാണ്? 3 cm/minute. അപ്പോൾ ഡിക്രീസ് ചെയ്താൽ മൈനസ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ dx/dt എന്നുള്ളത് എന്തെടുക്കുക? -3 cm/minute. ഇനി dy/dt, അതായത് വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ dy/dt എന്ന് പറയുന്നത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുക 2 cm/minute. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്.
ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പെരിമീറ്റർ ആണ്. എന്താണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്? 2x + 2y അല്ലേ? 4 സൈഡിലെ ലെങ്ത്തും ആഡ് ചെയ്താൽ മതി. അപ്പോൾ 2x ഉം 2y, 2x + 2y ആണ് പെരിമീറ്റർ P എന്ന് പറയുന്നത്. അപ്പോൾ dp/dt എന്ന് പറയുന്നത് വരും 2 × x-ന്റെ ഡെറിവേറ്റീവ് പ്ലസ് y-യുടെ ഡെറിവേറ്റീവ്, ദാറ്റ് ഈസ് 2 × dx/dt + dy/dt. dx/dt നമുക്കറിയാം -3 ആണ്, dy/dt 2 ആണ്. അപ്പോൾ 2 × -3 + 2, ദാറ്റ് ഈസ് -1 × 2, -2 cm/min. അപ്പോൾ ഇത് നെഗറ്റീവ് ആണ്. എന്താ അതിൻ്റെ മീനിങ്? പെരിമീറ്റർ ഡിക്രീസ് ചെയ്യുന്നു. അടുത്തത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ ലെങ്ത് × ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ x × y. അപ്പോൾ dA/dt ആണ് നമുക്ക് കാണേണ്ടത്. ഡെറിവേറ്റീവ് ഓഫ് എ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വൈ, x × y എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. x × y-യുടെ ഡെറിവേറ്റീവ് പ്ലസ് y × x-ന്റെ ഡെറിവേറ്റീവ്, അതായത് ഡെറിവേറ്റീവ് ഓഫ് x × y പ്ലസ് x × ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു dx/dt നമുക്കറിയാം -3, dy/dt 2 ആണ്. അപ്പോൾ -3 × ഇനി എക്സിൻ്റെയും വൈയുടെയും വാല്യൂ തന്നിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 10 ആണ്, വൈയുടെ വാല്യൂ 6 ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? -3 × 6 പ്ലസ് 10 × 2 ഈക്വൽ ടു 2 cm²/min. ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്, അതായത് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നു. അടുത്തത് the total cost C of x in rupees associated with the production of x units of an item is given by C of x equal to 0.005 into x cube minus 0.02 x square plus 30x plus 5000. Find the marginal cost when 3 units are produced, where the marginal cost we mean the instantaneous rate of change of total cost at any level of output. ഈ സി ഓഫ് എക്സ് ആണ് ടോട്ടൽ കോസ്റ്റ്. ഇത്രയും മാത്രം ഓർത്ത് വെച്ചാൽ നിങ്ങൾ സി ഓഫ് എക്സ് ടോട്ടൽ കോസ്റ്റ് ആണെങ്കിൽ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് C' ഓഫ് എക്സ് ആണ്, അല്ലെങ്കിൽ d/dx ഓഫ് സി ഓഫ് എക്സ് ആണ്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് എന്നുള്ളത് MC എന്ന് ഡിനോട്ട് ചെയ്തു. അപ്പോൾ C' ഓഫ് എക്സ് ഓർ d/dx ഓഫ് സി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 0.05 ഇൻറ്റു എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 3x² മൈനസ് 0.02 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? 2x. ഇത് x² ആണ് കേട്ടോ, പവർ 2 ആണ്. ഇത് എക്സ് ക്യൂബ്, x⁻³ ആണ്. അപ്പോൾ 2x പ്ലസ് 30xൻ്റെ ഡെറിവേറ്റീവ് 30 ആണ്. അപ്പോൾ നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടി. ഇനി ഏത് പോയിന്റിലാണ് നോക്കേണ്ടത്? 3 യൂണിറ്റ് ആകുമ്പോഴാണ്, അതായത് എക്സിന് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 0.015, അത് 0.005ഉം 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. അത് ഇൻറ്റു x² എന്നുള്ളത് 3² മൈനസ് ഈ 2ഉം ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.04 എന്ന് വന്നു, ഇൻറ്റു എക്സിന് പകരം 3 പ്ലസ് 30 ഈക്വൽ ടു 30.015. അതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the total revenue in rupees received from the sale of x units of a product is given by R of x equal to 3x² ആണ് ഇത് കേട്ടോ. 3x² plus 36x plus 5. ഫൈൻഡ് ദി മാർജിനൽ റവന്യൂ. ഇത് നേരത്തെ അതേ രീതിയിലാണ്. നേരത്തേതിൽ ടോട്ടൽ കോസ്റ്റും മാർജിനൽ കോസ്റ്റും ആയിരുന്നു. ഇതിൽ ടോട്ടൽ റവന്യൂ മാർജിനൽ റവന്യൂ ആണ്. അപ്പോൾ സി ഓഫ് എക്സിൻ്റെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? C' ഓഫ് എക്സ്. ടോട്ടൽ റവന്യൂവിനെ നമ്മൾ R ഓഫ് എക്സ് ഡിനോട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് കണ്ടാൽ മതി R' ഓഫ് എക്സ്. അതാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത്. മാർജിനൽ റവന്യൂ MR ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് R. അപ്പോൾ 3x² ഡെറിവേറ്റീവ് എന്താണ്? 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് 2x, ദാറ്റ് ഈസ് 6x പ്ലസ് 36 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 36 കിട്ടി പ്ലസ് 5 ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡെറിവേറ്റീവ് 0. അപ്പോൾ R' ഓഫ് എക്സ് എന്ത് കിട്ടും? 6x പ്ലസ് 36.
ഇനി ഏത് പോയിന്റിലാണ് നമുക്ക് മാർജിനൽ റവന്യൂ കാണേണ്ടത്? എക്സ് ഈക്വൽ ടു 5 ആകുമ്പോഴാണ്. അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു 5 മാർജിനൽ റവന്യൂ ഈക്വൽ ടു 6 × 5 + 36 ഈക്വൽ ടു 66. ഇതാണ് മാർജിനൽ റവന്യൂ. Question: A balloon which always remains spherical on inflation is being inflated by pumping in 900 cubic centimeters of gas per second. Find the rate at which the radius of the balloon increases when the radius is 15 centimeter. അപ്പോൾ നമ്മൾ ഒരു ബലൂണിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് 900 ക്യൂബിക് സെൻറ്റിമീറ്റർ ഓർ 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. ആ ബലൂണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ഫെറിക്കലാണ്. ഇപ്പോൾ സ്ഫിയറിന് റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 എടുത്താൽ വോളിയം വി എന്ത് വരും? 4/3 πr³. ഈ വോളിയം ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് dv/dt എന്ന് പറഞ്ഞത്. അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക്? 900 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഇനി ഇതിന് നമുക്ക് dv/dt കണ്ടു നോക്കാം. dv/dt ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 4/3 πr³. ഇനി 4/3 π എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഔട്ട് സൈഡ് എടുത്താൽ 4/3 π ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് r³. അപ്പോൾ നോക്കുക, വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ഇത് t³ ആണ് വേണ്ടത്. പക്ഷെ ഉള്ളത് എന്താണ്? r³. അതായത് ടിക്ക് പകരം എന്ത് വന്നു? r. അപ്പോൾ r³ ഡെറിവേറ്റീവ് എന്ത് എഴുതാം? 3r² ഇൻറ്റു ടിക്ക് പകരം വന്ന r ഡെറിവേറ്റീവ് പറയുന്നത് dr/dt ഈക്വൽ ടു ഈ 3യും 3യും ക്യാൻസൽ ചെയ്യാം. ബാക്കി 4πr² ഇൻറ്റു dr/dt ദാറ്റ്സ് ഈക്വൽ ടു dv/dt ഓർ 900. അപ്പോൾ 900 ഈക്വൽ ടു 4πr² dr/dt എന്ന് കിട്ടി. ഇതിൽ നിന്ന് എന്താണ് dr/dt? 900 ഡിവൈഡഡ് ബൈ 4πr². നമുക്ക് കാണേണ്ടത് റേറ്റ് അറ്റ് വിച്ച് റേഡിയസ് ഓഫ് ദ ബലൂൺ ഇൻക്രീസസ് വെൻ റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് ആണ് നമുക്ക് കിട്ടിയത് dr/dt ഈക്വൽ ടു 900/4πr². ഇനി റേഡിയസ് എത്രയാണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 15 സെൻറ്റിമീറ്റർ. വെൻ r ഈക്വൽ ടു 15 സെൻറ്റിമീറ്റർ dr/dt ഈക്വൽ ടു 900 ഡിവൈഡഡ് ബൈ 4 × π × 15². അപ്പോൾ 4 × 15² എന്ന് പറയുന്നത് 900 വരും. 900ഉം 900ഉം ക്യാൻസൽ ചെയ്ത ബാക്കി 1/π. ഇനി റേഡിയസ് ആണ്, റേഡിയസിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അതുകൊണ്ട് യൂണിറ്റ് എന്ത് എഴുതുക? സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ: എ ലാഡർ 5 meter long is leaning against a wall. The bottom of the ladder is pulled along the ground away from the wall at the rate of 2 centimeter per second. How fast is its height on the wall decreasing when the foot of the ladder is 4 meter away from the wall? ഇതാണ് wall എന്ന് വിചാരിക്കുക. ഇത് ഗ്രൗണ്ടും wall. അപ്പം അതിനെ നമ്മളൊരു ഏണി 5 meter ലെങ്ത് ഉള്ള ഏണി ചാരി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ വാളും ഏണിയുടെ ഫൂട്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എക്സ് ആയിട്ട് എടുക്കുന്നു. ഇത് ഈ ഹൈറ്റ് അതിന് നമുക്ക് എച്ച് ആയിട്ട് എടുക്കാം. ഇതാണ് ഏണിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. അത് 5 meter ആണ്. ഇനി തന്നിട്ടുള്ളത് ഈ ഡിസ്റ്റൻസ്, ഇതിൻ്റെ ഫൂട്ട് കുറച്ചിങ്ങോട്ട് നീക്കുന്നു എന്ന് പറയുമ്പോൾ ഏതിലാണ് റേറ്റ് മാറ്റം വരുന്നത്? എക്സിലാണ്. എക്സ് ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ അതിങ്ങോട്ട് നീക്കുന്നതിനനുസരിച്ച് ഏത് കുറയും? ഹൈറ്റ് കുറഞ്ഞു വരും. അതിൻ്റെ റേറ്റാണ് നമുക്ക് കാണേണ്ടത്. എക്സ് കൂടുന്നതിനനുസരിച്ച് ഏത് കുറയും? എച്ച് കുറയും അല്ല. ഈ ഫൂട്ട് ഇങ്ങോട്ട് വലിക്കുന്നതിനനുസരിച്ച് ഇതിങ്ങോട്ട് താഴോട്ട് വരും. അതായത് എക്സ് കൂടുമ്പോൾ ഹൈറ്റ് കുറയും. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ട് 2 centimeter per second ആണ്. നമുക്ക് കാണേണ്ടത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഹൈറ്റ് ആണ്. അതിന് dh/dt കാണണം. നമുക്ക് എന്താണ് എക്സും എച്ചും ഈ 5 എന്ന് പറയുന്ന നമ്പർ തമ്മിലുള്ള റിലേഷൻ നോക്കാം. ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ x² + h² ഈക്വൽ ടു 5². ദാറ്റ് ഈസ് 25. x² + h² ഈക്വൽ ടു 25. അങ്ങനെയാണെങ്കിൽ
എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഏതിന് തുല്യമായിരിക്കും? 25-ന് തുല്യമായിരിക്കും. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് 25. ഇനി എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്താ? വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ടി സ്ക്വയർ ആണ് വേണ്ടത്, ടിക്ക് പകരം എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് എച്ച് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ 2h ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു 25-ൻ്റെ ഡെറിവേറ്റീവ് 0. നമുക്ക് വേണ്ടത് ഡി എച്ച് ബൈ ഡി ടി ആണ്. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി വരുന്ന ടേം മാത്രം ഒരു സൈഡിലും ബാക്കി ടേംസ് റൈറ്റ് സൈഡിലും കൊണ്ടുപോകും. അപ്പോൾ എന്ത് കിട്ടും? 2h ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു ഈ ടേം അതേപോലെ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് 2x ഡി എക്സ് ബൈ ഡി ടി എന്ന് വരും. 2ഉം 2ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എച്ച് ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എക്സ് ഡി എക്സ് ബൈ ഡി ടി ഓർ ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് എക്സ് ബൈ എച്ച് ഡി എക്സ് ബൈ ഡി ടി. ഇനി എക്സിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 4 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? എക്സും എച്ചും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. എക്സ് സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽ ടു 25 ആണ്. അപ്പോൾ എച്ച് സ്ക്വയർ എന്ത് വരും? 25 മൈനസ് എക്സ് സ്ക്വയർ ആണ്. എക്സ് 4 ആകുമ്പോൾ എന്ത് വരും? 25 മൈനസ് 4 സ്ക്വയർ ദാറ്റ് ഇസ് 16 ദാറ്റ്സ് ഈക്വൽ ടു 9. എച്ച് സ്ക്വയർ ഈക്വൽ ടു 9 എന്ന് കിട്ടും. ഫോർ എച്ച് ഈക്വൽ ടു 3. അപ്പോൾ എക്സ് 4 മീറ്റർ ആകുമ്പോൾ എച്ച് 3 മീറ്റർ ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഡി എക്സ് ബൈ ഡി ടി നമുക്ക് ഏത് യൂണിറ്റിലാണ് തന്നിട്ടുള്ളത്? എക്സും എച്ച് എല്ലാം മീറ്റർ ആണ് യൂണിറ്റ്. പക്ഷേ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒന്നുകിൽ ഈ മീറ്ററിനെ സെക്കൻഡിലേക്ക് മാറ്റുക, സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. എക്സ് എന്ന് പറയുന്ന 4 മീറ്റർ എന്നുള്ളത് 400 സെൻറ്റിമീറ്റർ, എച്ച് 300 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് 400 ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 2 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് എന്ത് വരും? മൈനസ് 400ഉം 300 എന്നുള്ളത് 100 ക്യാൻസൽ ചെയ്താൽ മൈനസ് 4/3 ഇൻറ്റു 2 ഓർ മൈനസ് 8/3 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ്. അതായത് ഈ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 8/3 ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സാൻഡ് ഈസ് pouring from a pipe at the rate of 12 centimeter cube per second. The falling sand form a cone on the ground in such a way that the height of the cone always 1/6 of the radius of the base. How fast is the height of the sand cone increasing when the height is 4 centimeter? ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു പൈപ്പിൽ നിന്ന് സാൻഡ് ഏത് ഫോമിലാണ് വീഴുന്നത്? ഒരു കോൺ ഷേപ്പിലാണ്. ആ കോണിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇതാണ് കോൺ ഷേപ്പ് എന്ന് പറയുന്നത്. ആ കോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ്, അതിൻ്റെ ഹൈറ്റും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസിൻ്റെ 6/1. റേഡിയസിൻ്റെ 6/1 ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ എഴുതാം? നമുക്ക് ഹൈറ്റ് എച്ച് ആയിട്ട് എടുക്കുക, റേഡിയസ് 6 ആയിട്ടും ഇതിൻ്റെ വോളിയം, ഈ കോണിൻ്റെ വോളിയം വി ആയിട്ടും എടുത്താൽ ഹൈറ്റ് 1/6 ഓഫ് റേഡിയസ് എന്നുള്ളതിന് എങ്ങനെ എഴുതാം? എച്ച് ഈക്വൽ ടു 1/6 ആർ ഓർ ആർ ഈക്വൽ ടു 6h എന്ന് എഴുതാം. ഇനി സാൻഡിൻ്റെ വോളിയമാണ് ഈ തന്നിട്ടുള്ളത് 12 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നാണുള്ളത്. അപ്പോൾ അത് വോളിയമാണ്. അപ്പോൾ ഡി വി ബൈ ഡി ടി 12 സെൻറ്റിമീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. എന്താണ് ഈ കോണിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ? 1/3 πr സ്ക്വയർ എച്ച് ആണ്. അതിൽ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം 6h എന്നാണ്. അപ്പോൾ ഇതെന്ത് വരും? 1/3 π ഇൻറ്റു ആർ സ്ക്വയർ എന്നുള്ളതിന് പകരം 6h സ്ക്വയർ ഇൻറ്റു എച്ച് ദാറ്റ് ഇസ് ഈക്വൽ ടു ഈ 6 സ്ക്വയർ 36 വരും. 36/3 എന്നുള്ളത് 12 π എച്ച് സ്ക്വയർ ഇൻറ്റു എച്ച് എന്നുള്ളത് എച്ച് ക്യൂബ് എന്ന് കിട്ടും. ഇനി ഡി വി ബൈ ഡി ടി നമുക്ക് കണ്ടു നോക്കാം. വിയുടെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 12 π എച്ച് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് ആണ്. 12 π കോൺസ്റ്റന്റ് ആണ്. എച്ച് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്. അപ്പോൾ ടി ക്യൂബ് ആണ് വേണ്ടത്. എച്ച് ക്യൂബ് ആയതുകൊണ്ട് ടിക്ക് പകരം എച്ച് വന്നതുകൊണ്ട് എച്ചിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 12 π ഇൻറ്റു
3h square into dh by dt. അതാണ് എന്ത് dv/dt or 12. നമുക്ക് 12 ഉം 12 ഉം ക്യാൻസൽ ചെയ്താൽ 1 equal to 3 pi h square dh/dt or dh/dt equal to 1 by 3 pi h square. ഇനി h equal to 4 cm എന്ന് തന്നിട്ടുണ്ട്. Therefore dh/dt equal to 1 by 3 pi h square equal to 1 by 3 pi 4 square equal to 1 by 48 pi centimeter per second.